മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പതിറ്റാണ്ടുകളായി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഏതെങ്കിലും ഒരു ഗുണം മാതൃകയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ അങ്ങ് കണ്ടെത്തുന്ന ഒരു ഗുണം എന്ത്? നിശ്ചയമായും ഉണ്ട്. ഇത്ര കുടുംബസ്നേഹിയായ ഒരു അച്ഛൻ വേറെ ആളില്ല രാഷ്ട്രീയത്തിൽ. അവർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കുന്നത് അദ്ദേഹം. ഡോളറും സ്വർണവും കോടികളും കറൻസിയും എല്ലാം വാരിക്കോരി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. മക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അതിലൊരു വിമർശനം കൂടി കടന്നിട്ടുണ്ട്. എന്താ വിമർശനം? അങ്ങ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹം സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങുകയാണ്, അതിനപ്പുറത്തേക്ക് ജനങ്ങളോടൊരു പ്രതിബദ്ധത ഇല്ല എന്നൊരു. അല്ല, അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ. അപ്പുറത്തോട്ട് എന്താ ചെയ്തത്? 8 വർഷമായി എന്താ ചെയ്തത്? അങ്ങനെയെങ്കിൽ അദ്ദേഹം പിന്നെയും തുടർച്ചയായി എങ്ങനെ ഈ കേരളത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ്ടും സർക്കാരിനെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കാൻ കൊണ്ടുവന്നു എന്നൊരു ചോദ്യം കൂടി. അത് മറ്റു എല്ലാ ഘടകകക്ഷികളും എല്ലാ ആളുകളും അവരുടെ നിലനിൽപ്പിൻ്റെ പേരിൽ അവർ വർക്ക് ചെയ്ത് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് പിന്നെ പാർട്ടി പ്രവർത്തകന്മാരുണ്ടാവുമല്ലോ സ്വാഭാവികമായി. ഇനിയിപ്പം മുഖ്യമന്ത്രി മോശക്കാരനാണെങ്കിലും എൻ്റെ പാർട്ടി ഇന്ത്യ കേരളം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരായിരിക്കുമല്ലോ. എല്ലാ പാർട്ടിക്കും അതാ പാർട്ടീൻ്റെ പ്രവർത്തകന്മാർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അതിന് ഞാനീ പറഞ്ഞതിനകത്ത് ഞാൻ 100% ഉറച്ചു നിൽക്കുകയാണ്. ഇത്രയും ഒരു വഴിവിട്ട് ഭരണം നടത്തി പണമുണ്ടാക്കി ആ പണം മുഴുവൻ സ്വന്തം വീടുകളിൽ മക്കൾക്കും ഭാര്യയ്ക്കും മാത്രം നീക്കി വെച്ച ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്. കുടുംബത്തോട് ഇത്ര സ്നേഹമുള്ള ഒരു മുഖ്യമന്ത്രിയോട് ബഹുമാനം വേണ്ടേ? ആ ബഹുമാനം എനിക്കുണ്ട്. മധ്യ കേരളത്തിലെയോ വടക്കൻ കേരളത്തിലെയോ ഒന്നും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയോ തെക്കൻ കേരളത്തിലെയോ ഒന്നും രാഷ്ട്രീയ സാഹചര്യമല്ല വടക്കോട്ട് മലബാറിലേക്ക് എത്തുമ്പോൾ. അവിടെ അല്പമെങ്കിലും അങ്ങേക്കൊരു ഇഴയെടുപ്പമുള്ള ഒരു ഇടത് നേതാവ് ആരെങ്കിലും ഉണ്ടോ? ഇടത് നേതാക്കളൊക്കെ ഉണ്ട്. പിന്നെ കൊള്ളാവുന്ന ആളുകളൊക്കെ പിന്നെ പല നേതാക്കന്മാരായിട്ട് ഞാൻ ബന്ധമുണ്ട്. പേര് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടും. എനിക്ക് വേണ്ടിയല്ല. അദ്ദേഹം എൻ്റെ ഒരു ഇഷ്ടക്കാരനാണെന്ന് പറഞ്ഞാൽ പാർട്ടി അയാളെ ഒറ്റപ്പെടുത്തി. അതൊരു സിംഗുലറാണ്, ഏകനാമമാണോ? 1 അല്ല 2 3 ഒക്കെ ഉണ്ട്. ഇപ്പോഴും ആ ബന്ധം അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയുണ്ട്. ഓക്കെ, അതിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഒരു കോട്ടവും തട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ പാർട്ടി പ്രവർത്തകർ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട അക്രമ സംഭവങ്ങളിലും അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ട മറ്റ് സംഘടനകളിലുമൊക്കെ ഈ കേസിൽ പ്രതികളാകുന്നവരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിലുള്ളവർ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. പക്ഷേ താങ്കൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷം വിവാദമായ പല കേസുകളിലും KSU പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ താങ്കൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താങ്കൾ അങ്ങനെ ഒരു ശൈലി ഈ വിമർശനങ്ങൾക്കിടയിലും തുടർന്നു കൊണ്ടുപോകാനുള്ള? ഞാൻ എൻ്റെ അണികളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നേതാവ്? ഞാൻ എന്ത് KPCC പ്രസിഡന്റ്? എൻ്റെ പാർട്ടി അണികളെ പരസ്യമായി ക്രൂരമായി മർദ്ദിച്ച് വെട്ടിയും കുത്തിയും ആശുപത്രി കിടത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമാണ്. ഈ സമീപ ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പലയിടത്തും പ്രത്യേകിച്ച് തൃശ്ശൂരിലടക്കം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പോലും തൃശ്ശൂരിലെ വിഷയം ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ TU രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ജോസ് വള്ളൂരിനെയും വിളിച്ച് നേരിട്ട് പോയി കുട്ടികളെ കണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം, പോലീസിനെ കാണണം, ആ ചികിത്സ വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ. അല്ല, അങ്ങനെ പറയുമ്പോഴും ഈ സംഘടിതമായ, അതായത് ഇതൊരു പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക്, കായികമായ ഏറ്റുമുട്ടലിലേക്ക് സംസ്ഥാനത്ത് മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഈ പ്രവർത്തകരെ സംയമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനായിരിക്കുമോ അങ്ങ് നിർബന്ധിക്കുക, അതോ തിരിച്ചടിക്കാനായിരിക്കും? പരമാവധി ആദ്യത്തെ പ്രപ്പോസലായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക. അത് സഹിക്കുന്നില്ല എന്ന് കണ്ടെങ്കിൽ പിന്നെ അവരെ പരിരക്ഷിക്കാനൊക്കെ ബാധ്യതയുണ്ട്. അത് പരിരക്ഷിക്കാൻ പറ്റാത്ത മാർഗം എന്താണോ, യുക്തിസഹമായ മാർഗം എന്താണോ ആ മാർഗം ഞാൻ സ്വീകരിക്കും. അവിടെ പ്രതിരോധിക്കുക എന്നൊരു പ്രതിരോധിക്കേണ്ടി വന്നാൽ പ്രതിരോധിക്കും.
അത് തന്നെയാണ് നിലപാട്. ആണ്. അത് താഴെ തട്ടിലേക്കും ആ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. നിശ്ചയമായും. ഓക്കെ. പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നിന്ന് ഉയരുന്ന ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങളുണ്ട്. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം കൂടിയാണ്. അവിടെ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ആരോപണം ഉയരുന്ന പശ്ചാത്തലമുണ്ടായത്. അങ്ങ് കഴിഞ്ഞ ആഴ്ച അവിടെ ആ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ NM വിജയൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ നേതൃത്വത്തിന് കഴിയാതെ പോയി എന്നൊരു വിമർശനം ഒരു വശത്തു നിന്ന് ഉയരുന്നു. അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ, ഒരു പാർട്ടി എന്ന നിലക്ക് ആ പ്രശ്നത്തിനകത്ത് പരിഹാരം കാണാൻ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവം, അടിസ്ഥാന ഘടകം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നൊക്കെ അറിയാൻ ഞങ്ങളൊരു കമ്മിറ്റിയെ വെച്ചിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്, സണ്ണി വക്കീൽ അടക്കം അടങ്ങുന്ന കമ്മിറ്റി. അവർ റിപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ ഞാനും അവിടുത്തെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനും വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ആ റിപ്പോർട്ടിൻ്റെ അകത്ത് വലിയ ശതമാനം സത്യമാണ് റിപ്പോർട്ട്. അതിനകത്ത് റിപ്പോർട്ടിൻ്റെ നടപടിയെടുക്കും നമ്മളിപ്പോൾ അതിന് ചെയ്യാനുള്ള മാർഗം എന്താണ് ചെയ്യേണ്ടത്? അവരെ കുടുംബത്തെ, നമുക്കതിനകത്ത് റോളൊന്നുമില്ല. പാർട്ടി പ്രവർത്തകന്മാർക്കോ നേതാക്കന്മാർക്കോ ഈ പറയുന്ന ആത്മഹത്യയിൽ ഒരു റോളുമില്ല. അവർ മറ്റു ചില കാര്യങ്ങളെ ഭയപ്പെട്ട് അവർ സ്വയം ചെയ്തതാണ്. അല്ല, അപ്പോൾ നടപടി എന്ന് പറയുന്നത് കുടുംബത്തെ സംരക്ഷിക്കുമെന്ന്. അതെ, കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും നോക്കും. കാരണം അദ്ദേഹം എത്രയോ കാലം 10 വർഷം പഴക്കം ചെന്ന ഒരാളാണ്. കോൺഗ്രസിൻ്റെ നല്ല സജീവ കുടുംബമായിരുന്നു. ഞങ്ങൾ ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ നികത്തി ആ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കും. അല്ല, അത് തീർച്ചയായിട്ടും ധാർമ്മികമായി ചെയ്യാനുള്ള ഉത്തരവാദിത്വം. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അവിടെ എടുക്കുന്ന നിലപാട്, നേതൃത്വം അതിനോട് സ്വീകരിക്കുന്ന സമീപനം, അതൊക്കെ വലിയ തരത്തിൽ വിമർശന വിധേയമാവുകയില്ലേ? ഈ ആരോപണ വിധേയരായിട്ടുള്ളവർക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടിയും എടുക്കാതിരുന്നത്. അങ്ങനെ ഒരു ആരോപണ വിധേയരാകാൻ മാത്രമുള്ള ഏറെ ആളുകളൊന്നുമില്ല. അതിനകത്ത് ചെറിയ വ്യക്തികളായിട്ടുള്ള ബന്ധങ്ങളും വാക്ക് തർക്കങ്ങളും മാത്രമേ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുക എന്നത് മാത്രമേ സാധിക്കുള്ളൂ. ഭരണവിരുദ്ധ വികാരം എന്നതിന് അപ്പുറം 2026 UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണപരാജയം. 8 വർഷം ഭരിച്ച പിണറായി വിജയൻ്റെ സ്മാരകം എന്താ കേരളത്തിൽ? നിങ്ങൾ പറയൂ. ഒരു കെ കരുണാകരൻ്റെ സ്മാരകമുണ്ട്, AK ആന്റണിയുടെ സ്മാരകമുണ്ട്. നമ്മളെല്ലാ മുഖ്യമന്ത്രിമാരുടെയും സ്മരണ നിലനിർത്തുന്ന വലിയ പ്രൊജക്റ്റുകളും പദ്ധതികളും കേരളത്തിലുടനീളമില്ലേ? പിണറായി വിജയൻ്റെത് ഏതാണുള്ളത്?